ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ParuS ParaDiseന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ടിപ്പ് തന്നെയാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മുടിക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തല നനച്ചിട്ടുണ്ടെങ്കിൽ, കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നനച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഡൗട്ടാണ് ഈ കഞ്ഞിവെള്ളം എങ്ങനെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. പലയിടത്തും കേട്ടിട്ടുണ്ടാവുക റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടിക്ക് നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റൈസ് വാട്ടർ എന്താണ്, അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും. നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാം? പലവരും ഈ ഒരു റെമഡി ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. എന്നാൽ മറ്റു ചിലർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് സംശയവുമാണ്. ഞാൻ പല വീഡിയോസിലും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ടിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല രീതിയിൽ ആണ് യൂസ് ചെയ്തത്. ഒന്നിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഞ്ഞിവെള്ളം എലോൺ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. റൈസ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും 2 രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് അരി കഴുകിയ വെള്ളം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചോറ് വേവിച്ച് അതിന്റെ ഊറ്റിയെടുക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളം. ഇങ്ങനെ 2 രീതിയിലാണ് റൈസ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 രീതിയും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതികളാണ്. അപ്പോൾ ഈ ഏത് രീതി യൂസ് ചെയ്താലും നിങ്ങൾക്ക് തെറ്റില്ല, ഏത് യൂസ് ചെയ്താലും റിസൾട്ട് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്ന് വരുന്ന ഒരു ഡൗട്ടാണ്, അരി കഴുകിയ വെള്ളം മോശമല്ലേ എന്നുള്ളത്. അതായത് വേസ്റ്റ് കളയാനാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അല്ലെ, അതിലുള്ള അഴുക്കുകളൊക്കെ കളയാനാണ് കഴുകിയെടുക്കുന്നത്. ആ വെള്ളം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമായിരിക്കും. അതെ, അരി കഴുകിയ വെള്ളം മോശം തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം എടുക്കുന്ന അരി നന്നായിട്ട് കഴുകുക. ഒരു തവണ കഴുകി അതിന്റെ അഴുക്കുകളും അതിലുള്ള ചെളിയും ഒക്കെ കഴുകി കളയുക. അതിനുശേഷം വീണ്ടും നല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം, നല്ല പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം അതൊരു അരമണിക്കൂർ അങ്ങനെ തന്നെ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് നല്ലോണം പിഴിഞ്ഞ് കഴുകിയെടുക്കുക. അപ്പൊ നമുക്കൊരു വൈറ്റ് കളറിലുള്ള വെള്ളം കിട്ടും. നല്ല റൈസ് വാട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൈസ് വാട്ടർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ ആദ്യം തന്നെ കഴുകിയ അരിയുടെ വെള്ളം അല്ല ഉപയോഗിക്കേണ്ടത്. ഒരു തവണ കഴുകി കളഞ്ഞ് പിന്നെ കുറച്ചു നേരം നല്ല വെള്ളത്തിൽ അരിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കഴുകിയെടുത്ത ആ ഒരു വെള്ളമാണ് നമ്മൾ റൈസ് വാട്ടർ എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നത്, തലമുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, അരി കഴുകിയ വെള്ളത്തിന്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഉള്ളതാണ് ചോറ് വേവിച്ചിട്ട് അതിന്റെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം യൂസ് ചെയ്യുന്നത്. അതും നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു റെമഡി തന്നെയാണ്. ഏത് രീതിയിൽ യൂസ് ചെയ്താലും നല്ല ബെനിഫിറ്റ് ആണ്. പിന്നെ ഇതിന്റെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം അരി കഴുകിയ വെള്ളമാണെങ്കിലും ചോറ് ഊറ്റിയ വെള്ളമാണെന്നുണ്ടെങ്കിലും അന്ന് തന്നെ ഉപയോഗിക്കാം. കുറച്ചും കൂടി റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം പിറ്റേ ദിവസത്തേക്ക് അത് വെക്കുക, അതിനുശേഷം ഉപയോഗിക്കുക. അതായത് ഫെർമെന്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗുണം കൂടുതലായിരിക്കും. അപ്പൊ പുളിപ്പിച്ചിട്ട് യൂസ് ചെയ്താലാണ് കുറച്ചും കൂടി നല്ലത്. അല്ലാതെ യൂസ് ചെയ്താലും ഗുണം ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഫെർമെന്റ് ചെയ്ത കഞ്ഞിവെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ല് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ വല്ല ചെറിയ രീതിയിലുള്ള ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് കഴുകിക്കളയാം. ഒരുപാടല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഷാമ്പു ഇട്ടിട്ട് കഴുകണം എന്നുള്ളത്. ഇത് തനിയെ വെച്ചാലും മതി. നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് ഒരുപാടൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു സ്മെല്ലും നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കാര്യം. അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് റൈസ് വാട്ടർ എന്താണ്, എത്ര തരം റൈസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിന്റെ ബെനിഫിറ്റ്സും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ റൈസ് വാട്ടർ തലയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ തല നന്നായിട്ട് വെള്ളത്തിൽ നനയ്ക്കുക. അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളം ചെറുതായിട്ട് ഒഴിച്ചതിന് ശേഷം മസാജ് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി,
ഞാൻ ഫോളോ ചെയ്യുന്ന രീതി കൂടിയാണിത്. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ റൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഒരുപാട് ഒലിച്ചു പോകത്തില്ല, നന്നായിട്ട് നമ്മുടെ റൂട്ട്സിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ റൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുക. അതൊരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇത് ബെസ്റ്റ് മെത്തേഡാണ്. സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റൂട്ട്സിലേക്കൊക്കെ ഇറങ്ങി ചെല്ലും. ഒരുപാട് മെസ്സി ആയിട്ട് മുടി കിടക്കത്തില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒഴുകിയൊന്നും പോകത്തില്ല കഞ്ഞിവെള്ളം. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെ അപ്ലൈ ചെയ്താലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ കഞ്ഞിവെള്ളം നമ്മൾ തലയ്ക്ക് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പക്കാ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഒരു മാസം മുതൽ 2 മാസം വരെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. ശരിക്കും വിസിബിൾ ആയിട്ട് മുടി വളരുന്നുണ്ടെന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയണം, അല്ല 1 മാസമൊക്കെ കഴിയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വിസിബിൾ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് പേരൊക്കെ ഡൗട്ട്സ് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക ബാക്കിയുള്ളവർക്കും കൂടി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.